ഹലോ, ഇന്ന് നമ്മുടെ ഉണ്ണിയുടെ മാമോദീസയായിട്ടാ. മാമോദീസയായിട്ട് പ്രത്യേകിച്ച് പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തുനിന്ന് നമ്മൾ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയായിരുന്നു തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ തലതൊട്ടപ്പനും അമ്മയും പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം തലേ ദിവസം അമ്മച്ചി ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മച്ചിക്ക് തലകറക്കം അതുപോലെ തന്നെ ശ്വാസം കിട്ടായികയും ഒക്കെ ആയിട്ട് പോയിട്ട് വന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു തല തൊടാൻ ഇവരെത്തുമെന്നുള്ളത്. പക്ഷേ ഭാഗ്യത്തിന് അവരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോ സെക്ഷനാണ്. അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എടുപ്പിച്ചു. പള്ളിയിലെത്തി കഴിഞ്ഞപ്പോഴും ഇത് തന്നെയായിരുന്നു പരിപാടി. കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മുടെ വീട്ടിലായിരുന്നു കേട്ടോ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം ഉണ്ടായി. അമ്മച്ചിക്ക് നമ്മളൊരു ചെറിയ സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മച്ചി നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഒരു 3-4 മാസം നോക്കിയിട്ട് നമ്മളൊന്നും വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കുന്നത് മോശമല്ലോ. അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് ഒരു ചെറിയ വള വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം ചടപടയേന്ന് ഇറങ്ങാണ്. വേറെ ഒന്നല്ല, പള്ളിയിൽ നേരം വൈകി കഴിഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് ചീത്തയേക്കണല്ലോ. അതിന് മുന്നേ നമ്മൾ പള്ളിയിൽ എത്തണല്ലോ. അതുകൊണ്ട് വേഗം ഓടിപ്പാടി അവിടെ നിന്ന് എത്തി. ഓടിപ്പാടി പള്ളിയിൽ എത്തിയപ്പോണെങ്കിൽ അച്ഛന് എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് മാമോദീസ മുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അച്ഛനെത്തി. പിന്നെ അബ്രു അലമ്പാവും എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ വിചാരിച്ചത്ര അലമ്പ് അബ്രു ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഏത് കുട്ടികളായാലും കരയും. അതുപോലെ തന്നെ അബ്രു കരഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വേറെ അലമ്പൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ പിന്നെ മെയിൻ ഫോട്ടോ പരിപാടി തന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അതാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ ഫോട്ടോ എടുപ്പിക്കുക. അൾത്താരയിൽ അബ്രുവിനെ കിടത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. തലയിലാണെങ്കിൽ കിരീടം വെക്കാൻ വെച്ചപ്പോൾ ആശാനത് തട്ടി കളയായിരുന്നു. എന്നിട്ട് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ വെച്ച് ഞാൻ കൊടുത്തു. പിന്നെ 2 പേരും കൂടി ഇരുത്തി ഫോട്ടോ എടുത്തു. പിന്നെ ആദത്തിൻ്റെ കോപ്രായങ്ങളാണ്. ആദം തിരി പിടിക്കും, തലയിൽ മുൾക്കിരീടം വെക്കും. അങ്ങനെ നടന്ന് ആദത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുപ്പിച്ചു. പിന്നെ നമ്മളൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. നമ്മുടെ അപ്പച്ചൻ്റെ 60ാം പിറന്നാൾ ഉണ്ടായി. അതുപോലെ തന്നെ അമ്മച്ചിയുടെ ബർത്ത്ഡേ ഉണ്ടായി. ഇത് രണ്ടും നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി നമ്മളിന്ന് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളത് ആഘോഷിച്ചു. പിന്നെ ഉള്ളത് നമ്മൾ ഫുഡ് അടി പരിപാടിയാണ്. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ബൈ.